കുട്ടികൾക്കും സ്ത്രീകൾക്കും പിടിപെടാൻ സാധ്യതയുള്ള രോഗങ്ങളും അവയ്ക്കുള്ള പ്രതിവിധിയുമായി ഡോക്ടേഴ്സ് വ്യൂ. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ബിനിത. ഞാൻ അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. നമ്മളിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് പ്രസവാനന്തര ശുശ്രൂഷ യഥാർത്ഥ ആയുർവേദത്തിൽ എങ്ങനെ എന്നതിനെ പറ്റിയിട്ടാണ്. അപ്പം ഇന്നത്തെ ഒരു ജീവിതചര്യയിൽ പ്രസവാനന്തര ശുശ്രൂഷയ്ക്ക് വേണ്ട ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ എന്ന് തന്നെ സംശയമായിട്ട് വരികയാണ്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ആയുർവേദ രീതിയിൽ എങ്ങനെ പറയുന്നു എന്ന് ഒന്ന് വിശകലനം ചെയ്യുകയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു പ്രസവാനന്തര ശുശ്രൂഷയുടെ ആവശ്യമുണ്ടോ അതോ ഇല്ലയോ എന്നുള്ള സംശയം എല്ലാവർക്കും ഉണ്ടാവാം. നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്നത് ഈ പ്രസവത്തിന് ശേഷമുള്ള അവസ്ഥ എന്ന് പറയുന്നത് സ്ത്രീകളിൽ അവരുടെ ദഹനശക്തി വളരെ കുറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. അതുപോലെ തന്നെ വളരെ കൂടുതൽ വേദന സഹിച്ചിട്ടുള്ള ക്ഷീണിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. അത് മാത്രമല്ല, കുട്ടിക്ക് നല്ല മുലപ്പാൽ കൊടുക്കുക എന്നുള്ളൊരു ധർമ്മം കൂടി അമ്മയിലുള്ളത് കൊണ്ട് അതിന് കൂടി ഉതകുന്ന രീതിയിലുള്ള ചര്യകളാണ് ആയുർവേദം അനുശാസിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ യഥാർത്ഥ ആയുർവേദ ചികിത്സയിലൂടെ വയറിൻ്റെ ആ ഒരു വയറ് ലാക്സിറ്റി ഓഫ് അബ്ഡോമൻ മാറാനും അത് കറക്റ്റായിട്ട് മസിലിൻ്റെ സ്ട്രെങ്ത് വീണ്ടെടുക്കാനും സഹായിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും യഥാർത്ഥ ആയുർവേദത്തിലൂടെ പ്രസവാനന്തര ശുശ്രൂഷ ചെയ്യുന്നത് സ്ത്രീകളുടെ ഭാവി ജീവിതത്തിലെ ആരോഗ്യം വർദ്ധിക്കുന്നതിനും കുഞ്ഞിനെ നല്ലതായി മുലയൂട്ടി നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കാനും സഹായിക്കുന്നതാണ്. നമ്മൾ കണ്ടുവരുന്നത് എല്ലാവർക്കും ഒരേ രീതിയിലുള്ള മരുന്നാണോ, നമ്മൾ ഒരേ ഡോക്ടറെ അടുത്ത് ചെന്നാൽ രോഗി ഏതാന്ന് നോക്കാതെ എല്ലാവർക്കും ഒരേ രീതിയിലൊരു പ്രോട്ടോക്കോളാണോ ഫോളോ ചെയ്യുന്നതെന്ന് നമുക്കെപ്പോഴും സംശയമാണ്. കാരണം നമ്മുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഒരു വൈദ്യശാലയിലോ അല്ലെങ്കിൽ ഒരു ഫാർമസിയിലോ പോയിട്ട് പ്രസവാനന്തരത്തിനുള്ള ഒരു പാക്കേജ് വാങ്ങിയെടുക്കുന്ന ഒരു രീതിയാണ്. ശരിക്കും അതൊരു തെറ്റായ പ്രവണതയാണ്. ആയുർവേദത്തിൽ ഓരോ വ്യക്തികളും ഓരോ പ്രകൃതിയായിട്ട് അവരെ അസസ് ചെയ്ത് അതിനനുസരിച്ചുള്ള പ്രത്യേക തരത്തിലുള്ള മരുന്നുകളാണ് ഓരോ സ്ത്രീക്കും കൊടുക്കേണ്ടത്. അപ്പോൾ ശരിക്കും അതിൻ്റെ പ്രയോജനം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ആയുർവേദ ഡോക്ടറെ കണ്ട് തന്നെ മരുന്ന് വാങ്ങിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൂടാതെ തന്നെ ഈ പ്രസവത്തിന് ശേഷം ഓരോരുത്തരിലും ഓരോ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് കണ്ടുവരുന്നത്. ചിലർക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടാണ് കൂടുതൽ, ചിലർക്ക് ഉറക്കക്കുറവ്, മാനസിക പിരിമുറുക്കം, മലബന്ധം, അങ്ങനെ പല പല രീതിയിൽ അവർ പ്രസൻറ്റ് ചെയ്യാറുണ്ട്. അപ്പം അതിനെല്ലാം നോക്കിയിട്ട് ഏത് രീതിയിലുള്ള മരുന്നാണ് എന്ന് ഒരു ഡോക്ടർ തീരുമാനിച്ച് കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി പൊതുവേ നമ്മൾ പോയി വാങ്ങിക്കുന്ന ഒരു സെറ്റ് ഓഫ് മെഡിസിൻസ് ഉണ്ട്. സാധാരണ എല്ലാവരും അതേ മരുന്നുകൾ തന്നെയാണ് ഫോളോ ചെയ്യാറ്. അത് ദശമൂലാരിഷ്ടം, ധാന്വന്തരം ഗുളിക, കുറിഞ്ഞിക്കുഴമ്പ്, പുളിങ്കുഴമ്പ്, ധാന്വന്തരം തൈലം തേച്ചുള്ള കുളി, ഇതൊക്കെ അതൊന്നും തെറ്റെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ശരിയായ രീതിയിൽ ഒരു ഡോക്ടറുടെ ഉപദേശം അനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള എല്ലാ ഫലങ്ങളും നൽകുന്നതായിരിക്കും. അതുപോലെ തന്നെ വേദഗുളി എന്ന് പറഞ്ഞൊരു സമ്പ്രദായമുണ്ട്. അതായത് മെഡിക്കേറ്റ് കുറേ ഇലകളും മരുന്നുകളും എല്ലാം ഇട്ട് തിളപ്പിച്ച് വെള്ളം കൊണ്ട് നല്ല ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഉഷ്ണജല സ്നാനം സ്ത്രീകൾക്ക് ദീപനമാണ്, അതായത് അഗ്നി വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ അവരുടെ ആ ക്ഷീണം അകറ്റാനും എല്ലാം നല്ലതാണ്. അതുകൊണ്ട് തന്നെ നല്ല മരുന്നുകൾ, ഈ വേദഗുളിയിലേക്കുള്ള മരുന്നുകളും ഞാൻ മുൻപ് പറഞ്ഞ പോലെ രോഗിയുടെ പ്രകൃതി അനുസരിച്ചാണ് നമ്മൾ സെലക്ട് ചെയ്യാറ്. അത് മാത്രമല്ല, രോഗിക്ക് അന്നുള്ള ബുദ്ധിമുട്ടുകൾക്കനുസരിച്ച് നമുക്കത് ഡോക്ടറുടെ ഉപദേശം അനുസരിച്ച് സെലക്ട് ചെയ്ത് ആ മരുന്നുകൾ ഉപയോഗിച്ചുള്ള വെള്ളം കൊണ്ടുള്ള കുളിയും അത്യാവശ്യമാണ്. അതുപോലെ തന്നെ തലയിൽ നമ്മൾ ചൂടുവെള്ളം ഒഴിക്കാറില്ല, തണുത്ത വെള്ളമാണ് സാധാരണ ഒഴിക്കാറ്. അതിൽ ഉറക്കക്കുറവുള്ളവരാണെങ്കിൽ ചന്ദനം, നെല്ലിക്കയൊക്കെ ഇട്ട് തിളപ്പിച്ച് ആറിയ വെള്ളം ഒഴിക്കാനാണ് ഡോക്ടർ ഉപദേശിക്കാറ്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ശരിയായിട്ട് ചെയ്തു വരുന്ന രീതികളാണ്. ഇതിലെന്തെങ്കിലും മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് ചെയ്യുന്നതാണ് നല്ലത്. വയറ് കെട്ടി ഉടുക്കുക എന്നൊരു സമ്പ്രദായമുണ്ട്. ഇപ്പം പലരും അത് ചെയ്യാറില്ല. അതിന് ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻവല്യൂഷൻ ഓഫ് യൂട്രസ് ഒരു 6 വീക്സ് 6 ആഴ്ച കൊണ്ട് തനിയെ അത് പഴയ സ്ഥിതിയിലാവും. എന്നാൽ നമ്മുടെ മസിൽസിനൊരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വയറ് അബ്ഡോമിനൽ ബൈൻഡറോ അല്ലെങ്കിൽ നല്ല കോട്ടൺ തുണി കൊണ്ടോ കെട്ടി വെക്കുന്ന ഒരു സമ്പ്രദായം ആയുർവേദത്തിൽ പറയുന്നുണ്ട്. അത് ചെയ്തു വരുന്നുണ്ട്, നല്ല റിസൾട്ട് കാണാറുമുണ്ട്. പ്രസവശേഷം ആഹാരക്രമത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്ന് എല്ലാവരുടെയും ഒരു സംശയമാണ്.
ശരിക്കും പറഞ്ഞാൽ നല്ല ആഹാരം കഴിക്കേണ്ട സമയമാണ്. അതിൽ കൂടുതൽ നമ്മൾ ആദ്യമേ ഒരുപാട് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള രീതിയിലുള്ള ഭക്ഷണം കൊടുക്കാതെ പതുക്കെ പതുക്കെ അടുപ്പിൽ തീ കത്തിക്കുന്ന പോലെ ചെറിയ ചെറിയ രീതിയിൽ വിശപ്പ് കൂട്ടുന്ന ഭക്ഷണങ്ങൾ ആദ്യത്തെ ഒരാഴ്ച കൊടുത്തതിന് ശേഷമാണ് വളരെ ആഹാരം കൊടുക്കുന്നത് നല്ലത്. ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ആഹാരങ്ങൾ ആദ്യ ആഴ്ചകളിൽ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇനി അതുപോലെ തന്നെ വേറൊരു സംശയമാണ്, സിസേറിയൻകാർക്ക് ഇതൊക്കെ ചെയ്യാവോ? സാധാരണഗതിയിൽ എല്ലാവരും പറയും നോർമൽ അല്ല, സിസേറിയൻ ആയിരുന്നു പ്രസവം, അപ്പോൾ ഇതെല്ലാം ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. സിസേറിയൻ ആണെങ്കിലും ആദ്യത്തെ 1-2 ആഴ്ച ആ സ്റ്റിച്ച് കംപ്ലീറ്റ് ഉണങ്ങുന്നത് വരെ വിട്ടിട്ട് ഈ പറഞ്ഞ വെയ്തുകുളിയും മറ്റ് എണ്ണ തേച്ച് കുളിയും എല്ലാം നിർബന്ധമായും ചെയ്തിരിക്കേണ്ടതാണ്. പിന്നെ ഇവരുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ട കുറച്ച് ഭക്ഷണങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഉലുവ, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കരിവേപ്പില ഇതൊക്കെ ധാരാളമായിട്ട് ഉൾപ്പെടുത്തുന്നത് മുലപ്പാൽ നല്ലതായി ഉണ്ടാവുന്നതിനും അതുപോലെ തന്നെ നല്ല കേടില്ലാത്ത നല്ല ശുദ്ധമായ മുലപ്പാൽ കുട്ടിക്ക് ലഭ്യമാക്കുന്നതിനും ഉപകരിക്കുന്നതാണ്. പിന്നെ വേറെ ഒരു തെറ്റായ ഒരു ധാരണയാണ് വെള്ളം കുടിക്കാൻ പാടില്ല പ്രസവിച്ച് കിടക്കുന്നവർന്ന്. അത് പണ്ട് കാലത്ത് ഫോളോ ചെയ്ത് വരുന്ന വളരെ തെറ്റായിട്ടുള്ള ഒരു രീതിയാണ്. ധാരാളം വെള്ളം കുടിച്ചാൽ മാത്രമേ അമ്മയുടെ ക്ഷീണം മാറുള്ളൂ. പിന്നെ ഒരുപാട് രക്തം നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനും കുട്ടിക്ക് നല്ല രീതിയിൽ മുലപ്പാൽ കിട്ടുന്നതിനും വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇങ്ങനെ നമ്മൾ പല ഹോസ്പിറ്റലുകളിലും ഇങ്ങനെ പോസ്റ്റ്നേറ്റൽ പാക്കേജ് ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അഹല്യ ആയുർവേദ കോളേജിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ കിടത്തി ചികിത്സ ലഭ്യമാണ്. നമ്മൾ 28 ദിവസം വരെ സ്ത്രീ പ്രസവിച്ച ശേഷം അമ്മയും കുഞ്ഞിനെയും ഇവിടെ കിടത്തി അവർക്ക് ഈ പറഞ്ഞ വെയ്തുകുളി ബാക്കി എല്ലാ മരുന്നുകളും അവരുടെ ഭക്ഷണക്രമങ്ങളും ഒരു സ്ട്രിക്റ്റ് ഡയറ്റ് ചാർട്ട് വെച്ച് ഫോളോ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനും ഉള്ള സൗകര്യങ്ങൾ ഇന്ന് കേരളത്തിൽ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ആരും പ്രസവ ശുശ്രൂഷയിലേക്ക് ഒരു മടിച്ചു നിൽക്കേണ്ട ഒരു അവസ്ഥ ഇന്നില്ല. ഇനി പ്രസവത്തിന് ശേഷമുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. എന്നാലും ആയുർവേദത്തിൽ ഗർഭിണിക്കുള്ള ബുദ്ധിമുട്ടുകൾക്ക് മരുന്നുകളുണ്ടോ എന്നൊരു സംശയം വരാം. അതുകൊണ്ട് ഗർഭിണികരിൽ കാണുന്ന മൈനർ എയിൽമെൻറ്റ്സ് ഇൻ പ്രഗ്നൻസി, അതായത് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. അതിന് സാധാരണ നമ്മൾ അലോപ്പതിയിലാണ് മെഡിസിൻ അങ്ങനെ കൊടുക്കാറില്ല പൊതുവെ. പക്ഷെ അതിന് നമുക്ക് വളരെ ചിട്ടയായ ആയുർവേദ മരുന്നുകൾ കൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് പ്രഗ്നൻസി വളരെ സന്തോഷപൂർണ്ണമായ ഒരു സമയമാക്കി മാറ്റാൻ കഴിയുന്നതാണ്. ഇനി ഫുൾ ടൈം പ്രസവിച്ച ശേഷം ഫുൾ ടൈം റെസ്റ്റ് എടുക്കണമെന്നൊരു സംശയം എല്ലാവരിലും വരാറുണ്ട്. പണ്ടാണെങ്കിൽ 28 ദിവസം റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ഇറക്കാത്ത രീതിയിലായിരുന്നു. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. അത്യാവശ്യം അവനവൻ്റെ കാര്യങ്ങളെല്ലാം ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാവുന്നതാണ്. ഒരു ദിവസത്തിൽ ഒരു പകൽ കുട്ടി ഉറങ്ങുന്ന സമയത്ത് അമ്മ കൂടെ ഉറക്കം പോവാത്ത രീതിയിൽ റെസ്റ്റ് എടുത്താൽ മാത്രം മതിയാകും. പക്ഷേ ഇങ്ങനെയൊക്കെ ശരിയായ രീതിയിൽ ഒരു ഡോക്ടറുടെ ഉപദേശപ്രകാരം ചെയ്യുന്ന ആയുർവേദ പ്രസവാനന്തര ശുശ്രൂഷയിലൂടെ നിങ്ങളെ ഭയപ്പെടുത്തുന്ന പ്രസവത്തിന് ശേഷമുള്ള നടുവേദന, കാലുവേദന, അതുകൂടാതെയുള്ള മാനസിക പിരിമുറുക്കങ്ങൾ, കുഞ്ഞിന് നല്ല പാൽ ഊട്ടാൻ പറ്റുന്നുണ്ടോ എന്നുള്ള സംശയം, അങ്ങനെ അമ്മമാർക്കുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഒരു കൃത്യമായ പരിഹാരം ഒരു യഥാർത്ഥ ആയുർവേദത്തിലൂടെയുള്ള പ്രസവ ശുശ്രൂഷയിലൂടെ സാധ്യമാവുന്നതാണ്.